Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് അക്കൗണ്ടിംഗ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നുള്ള മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിന്റെ പ്രോബ്ലംസ് ആണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്താണ്, അതിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം, മീൻസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യണം, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസും പ്രിപ്പയർ ചെയ്യണം. അതിന്റെ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരാം, എന്നാൽ മാത്രമേ കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. നമ്മുടെ ഇവിടെ പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, സ്റ്റെപ്സ് ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മിസ്റ്റർ എ കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ ഇൻകംപ്ലീറ്റ് സിസ്റ്റം. ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിലാണ് ബുക്സ് കീപ്പ് ചെയ്യുന്നത്. ഹിസ് പൊസിഷൻ ഓൺ 1st April 2016 വാസ് ആസ് ഫോളോസ്. 1st April 2016 ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസ് തന്നിട്ടില്ല? ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട് 4500 ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് 3500 ആണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് തന്നിട്ടുണ്ട് 16000 ആണ്. സൺഡ്രി ഡെറ്റേഴ്സ് 12000 ആണ്. ഫേർണിച്ചർ 10,000, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 8,000. ഇത്രയാണ് നമുക്ക് 2016 1st April 2016 തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഓൺ 31st March 2017 ഹിസ് പൊസിഷൻ വാസ് ആസ് ഫോളോസ്. 31st March 2017 ഇപ്പൊ 1st April 2016 അപ്പം ഓപ്പണിംഗ് ബാലൻസസ് ആണ്. 31st March 2017 എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസസ് നമുക്ക് ആവശ്യമുണ്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്യാൻ വേണ്ടി. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ആവശ്യമുണ്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട് 5000, ക്യാഷ് അറ്റ് ബാങ്ക് 3000, സ്റ്റോക്ക് ഇൻ ട്രേഡ് 22,000, സൺഡ്രി ഡെറ്റേഴ്സ് 15,000, പിന്നെ ബിൽസ് റിസീവബിൾ 6,000, ഫേർണിച്ചർ 10,000 ആൻഡ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് 7,000. ഇത്രയാണ് തന്നിരിക്കുന്നത്. ആ ഇയറിൽ തന്നെ വേറെ കാര്യം പറയുന്നുണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ മിസ്റ്റർ എ വിഡ്രോ 3,500 ഫോർ പേഴ്സണൽ പർപ്പസ്. പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞാൽ 3,500 ഡ്രോയിങ്സ് ഉണ്ട്. ആൻഡ് ഇൻട്രൊഡ്യൂസ് 2,000 ഫോർ അഡീഷണൽ ക്യാപിറ്റൽ. അതുകൂടാതെ അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ഒരു 2,000 ഇൻട്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ട്രേഡർ ആൻഡ് ഓൾസോ പ്രിപ്പയർ ഹിസ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആഫ്റ്റർ കൺസിഡറിംഗ് ദ ഫോളോയിങ്. അപ്പം നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ടു ബി പ്രൊവൈഡഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ 10%. ഓപ്പണിംഗ് ക്യാപിറ്റലിന് മേലെ 10% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ടു ബി പ്രൊവൈഡഡ് ഓൺ ഫേർണിച്ചർ. ഫേർണിച്ചറിന്റെ മേലെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെബ്സ്. ബാഡ് ഡെബ്സിന്റെ പ്രൊവിഷൻ ഉണ്ട് 5% ആണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ആണ്. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്തൊക്കെ വേണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണം, ക്ലോസിംഗ് ക്യാപിറ്റൽ വേണം. നമുക്കിവിടെ ക്യാപിറ്റലേ തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇവിടെ രണ്ടും തന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാപിറ്റലൊക്കെ കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ. ഓപ്പണിംഗ് ഡേറ്റ് ഏതായിരുന്നു? 1st April 2016. നമുക്ക് ക്ലിയർ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടത് എല്ലാ ഓപ്പണിംഗ് ബാലൻസസും, അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും എല്ലാ ഓപ്പണിംഗ് ബാലൻസസും എടുക്കാം. നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് 4,500. എന്ത് ചെയ്യാം? SSIയിൽ കാണിക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് 3,500 അസെറ്റ് ആണ്, SSIയിൽ കാണിക്കാം. സ്റ്റോക്ക് ഇൻ ട്രേഡ് 16,000 അസെറ്റ് ആണ്, SSIയിൽ കാണിക്കാം. സൺഡ്രി ഡെറ്റേഴ്സ് 12,000 അസെറ്റ് ആണ്, അപ്പം നമ്മൾ അതും SSIയിൽ കാണിക്കാം. ഫേർണിച്ചർ 10,000 അസെറ്റ് ആണ്, SSIയിൽ കാണിക്കാം. പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ലാബിലിറ്റി ആണ് 8,000, അത് ലാബിലിറ്റി സൈഡിൽ കാണിച്ചു. അപ്പം ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഐറ്റവും നമുക്ക് തന്നിട്ടില്ല അല്ലെ. 1st April 2016 ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. എല്ലാം പോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ബാലൻസ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് പോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാധാരണ ബാലൻസ് ഷീറ്റ് നമ്മൾ ബാലൻസ് ചെയ്യില്ല, പക്ഷേ ഇത് നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്സിംഗ് ഫിഗർ കിട്ടും.
അപ്പോൾ ലാബിലിറ്റി സൈഡിലാണ് നമുക്ക് ബാലൻസ് വരുന്നത് അല്ലെ 38,000. അപ്പോൾ ലാബിലിറ്റി സൈഡിലുള്ള ആ ബാലൻസ് ആണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇല്ലാതെ എന്തായാലും ബിസിനസ് വർക്ക് ചെയ്യില്ല അല്ലേ. അപ്പോൾ നമുക്ക് ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു ഐറ്റം ആണ്. അപ്പോൾ ബാക്കിയെല്ലാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റലായിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ഫിഗർ മാത്രമാണ്, നമുക്ക് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ ഒരിക്കലും കറക്റ്റ് ഫിഗർ കിട്ടില്ല. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ക്യാപിറ്റലായിട്ട് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ അക്കൗണ്ട് ബാലൻസസും വെച്ച് ചെയ്തത് കൊണ്ട് ഇത് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ 38,000 അസ്യൂം ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st March 2017 അതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട് 5,000. അപ്പോൾ അത് 5,000 SSIയിൽ എഴുതി. ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട് 3,000 അത് എഴുതി. ബിൽസ് റിസീവബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ബിൽസ് റിസീവബിൾ 6,000 എഴുതി. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് 22,000 ആണ്, അതും എഴുതി. സൺട്രി ഡെറ്റേഴ്സ് 15,000 തന്നിട്ടുണ്ട്. സൺട്രി ഡെറ്റേഴ്സ് 15,000 എഴുതി. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഫേർണിച്ചർ ആണ് 10,000. ഫേർണിച്ചർ 10,000 SSIയിൽ കാണിച്ചു. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് 7,000 അത് ലാബിലിറ്റി സൈഡിൽ കാണിച്ചു. പിന്നെ നമ്മളോട് കുറച്ച് കാര്യങ്ങളോട് കൂടെ പറയുന്നുണ്ട്. During the year, Mr. A withdrew 3,500 for personal purpose and introduced 2,000 for additional capital. ഈ രണ്ട് ഇൻഫർമേഷനും നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഇല്ലാതെ അത് ചെയ്യേണ്ട, നമ്മളത് എവിടെ ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് അസറ്റിൻ്റെ ലാബിലിറ്റീസിൻ്റെ ബാലൻസസ് മാത്രം ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്നും ഇതിൽ കാണിക്കണ്ട. അതുപോലെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കുറച്ചുകൂടെ ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ടു ബി പ്രൊവൈഡഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഡിപ്രിസിയേഷൻ ടു ബി പ്രൊവൈഡഡ് ഓൺ ഫേർണിച്ചർ, പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെബ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇതിൽ ചെയ്യേണ്ട. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റിൽ ചെയ്താൽ മതി. ജസ്റ്റ് അക്കൗണ്ട് ബാലൻസസ് മാത്രം എടുത്ത് ചെയ്യാം. അപ്പോൾ എസ് സൈഡ് എഴുതി, ലാബിലിറ്റി സൈഡിൽ നമ്മൾ 7,000 ക്രെഡിറ്റേഴ്സ് എഴുതി. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാബിലിറ്റി സൈഡിൽ 54,000 ആണ് നമ്മുടെ ബാലൻസ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിനെന്തായിട്ട് അസ്യൂം ചെയ്യാം, നമ്മൾ ക്യാപിറ്റലായിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അത് ഓപ്പണിംഗ് ബാലൻസസ് എടുത്ത് ചെയ്തു, ഇത് ക്ലോസിംഗ് ബാലൻസസ് എടുത്ത് ചെയ്തു. ഇപ്പോൾ ക്യാപിറ്റൽ നമുക്ക് 54,000 കിട്ടി. ഇത് ഏത് ഡേറ്റിലെ ക്യാപിറ്റലാണ്, 31st March 2017 എന്ന് വെച്ചാൽ ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. നമ്മൾ സ്റ്റെപ്സ് നോക്കിയാൽ മതി. സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ സ്റ്റെപ്സിനനുസരിച്ച് നേരെ ചെയ്താൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഫോമാറ്റ് തന്നിട്ടുണ്ട്. ആ ഫോമാറ്റ് അതേപോലെ എഴുതാൽ മതി. ആ ഫോമാറ്റിൽ നോക്കാം. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ 54,000 അതെടുക്കാം. ഇനി അതിനകത്ത് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയായിരുന്നു, ഡ്രോയിങ്സ് ആണ്. ഇപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ക്വസ്റ്റിൽ പറയുന്നുണ്ട് അയാൾ വിഡ്രോ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ എ വിഡ്രോ ചെയ്യുന്നുണ്ട് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 3,500 അതാണ് ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത്, നമ്മൾ നോർമൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ എന്താണോ ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ആണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ തരാം. ഓപ്പണിങ്ങിലല്ല, ക്ലോസിങ്ങിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത്. അപ്പം ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എഡീഷൻസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ആണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ലെസ് ചെയ്യണം. എഡീഷൻസ് ഡ്യൂറിങ് ദ ഇയർ നമ്മൾ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 2,000 അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ്. അപ്പോൾ 2,000 ആണത്. 2,000 എന്ത് ചെയ്തു, നമ്മൾ ലെസ് ചെയ്തു. ഇനി ക്യാപിറ്റലിലുള്ള വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല അല്ലേ നമുക്ക്. അപ്പം ആ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയിരിക്കുകയാണ് നമുക്ക്. നെക്സ്റ്റ് എന്താണ് നമ്മൾ ഫോമാറ്റിലുള്ളത്, അതിനകത്ത് നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 38,000 ആണ്. അപ്പോൾ 38,000 ഈ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കിട്ടേണ്ടതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഐറ്റംസും കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ അതിനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം.
ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 17,500 കിട്ടി. ഇനി ഇതിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെ തന്നിരുന്നത്? ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇത്ര ഐറ്റംസേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് മൂന്നും നമുക്ക് എക്സ്പെൻസ് ആണല്ലോ, അതുകൊണ്ട് ഇത് മൂന്നും ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. ഇനി ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം നമുക്ക് തന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകം റിസീവബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യായിരുന്നു, പക്ഷെ അതൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്പെൻസസ് തന്നാൽ ലെസ് ആണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എക്സ്പെൻസസ് ആണ്. ഡിപ്രിസിയേഷൻ നമുക്ക് നോക്കാം. ഡിപ്രിസിയേഷൻ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 15% ആണ്. ഫേർണിച്ചറിന്റെ 15% ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫേർണിച്ചറിന്റെ 15% നമ്മൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അത് അവിടെ എഴുതാം. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഏതിന്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മൾ ഡെറ്റേഴ്സിന്റെ മേലെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെറ്റേഴ്സിന്റെ 5% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ചെയ്തു. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 38,000ന്റെ 10% ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൂടി ചെയ്തു. അതൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഈ 3 ഐറ്റംസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണേ. ഫോമാറ്റ് നോക്കാം. അപ്പോൾ ആഡ് ചെയ്യാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ശരിക്കും ആഡ് ചെയ്യാണ് വേണ്ടത്. പ്രോഫിറ്റിന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന എന്തെങ്കിലും ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഒക്കെ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അതുകൊണ്ട് നമ്മൾ ലെസ് മാത്രം ചെയ്തു. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി 11,450. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. നമ്മൾ ക്വസ്റ്റ്യൻ നമ്മളോട് പ്രിപ്പയർ പറഞ്ഞിരിക്കുന്നത് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഫൈനൽ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ക്ലോസിംഗ് ബാലൻസസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് കാണിക്കണം. അപ്പം അത്രയും അഡ്ജസ്റ്റ്മെന്റ്സും കൂടെ കാണിച്ചിട്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലുള്ള ഐറ്റംസിന്റെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സും കൂടി കാണിക്കണം. അപ്പോൾ നമുക്കത് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്താലും മതി. ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ക്രെഡിറ്റേഴ്സ് ആണ് ലാബിലിറ്റീസ് ആയി ആദ്യം വരുന്നത് 7,000 അല്ലേ. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സ് അവിടെ കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ട ക്യാപിറ്റൽ ആണ്. ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നോക്കുക. അതിനകത്ത് ക്യാപിറ്റൽ ആണ് നെക്സ്റ്റ് വരുന്നത്. പക്ഷെ ക്യാപിറ്റൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കാണിക്കണം. അപ്പം സാധാരണ കാണിക്കുന്നത് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ അകത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ട് ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ആദ്യം എഴുതാം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 38,000. ഇനി സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? അഡീഷൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും. ഇതല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ചെയ്യാം. ഇതിലെല്ലാ ഐറ്റംസും ഉണ്ടെങ്കിൽ ഇപ്പോൾ അഡീഷൻ ഇല്ലെങ്കിൽ അഡീഷൻ ആഡ് ചെയ്യണ്ട. ഇപ്പോൾ ഇവിടെ നമുക്ക് അഡീഷൻ തന്നിട്ടുണ്ടായിരുന്നു 2,000. അപ്പോൾ അഡീഷൻ എന്ത് ചെയ്യാം? 2,000 ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചെയ്തിരുന്നത്. ഈ ഐറ്റം നേരെ തിരിച്ചിട്ട് ചെയ്തിരുന്നു. ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അഡീഷൻ നമ്മൾ 2,000 ആഡ് ചെയ്തു. അതിന് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലേ. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 11,450 നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ ലെസ് ചെയ്തത് ഇവിടെ അത് ആഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു 3,500. അതിവിടെ ലെസ് ചെയ്ത് കാണിക്കാം 3,500. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 51,750 ആണ്. അപ്പോൾ നോക്കാം, നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയ 54,000 ആണ്. പക്ഷെ അതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ആക്ച്വൽ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് 51,750 കിട്ടി. ഇനി അസസൈഡ് ചെയ്യാം. അസസൈഡിൽ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് 5,000. അസസൈഡ് ചെയ്യുമ്പം ആ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് 5,000, ക്യാഷ് അറ്റ് ബാങ്ക് 3,000, ബിൽസ് റിസീവബിൾ 6,000, സ്റ്റോക്ക് ഇൻ ട്രേഡ് 22,000. ഇത്ര ഐറ്റംസ് ഓക്കെ. സൺഡ്രി ഡെറ്റേഴ്സ് എടുക്കുന്ന സമയത്ത് നോക്കാം. സൺഡ്രി ഡെറ്റേഴ്സിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ നമ്മൾ ഇതിന്റെ മേലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തത്? പ്രൊവിഷൻ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ ക്വസ്റ്റിൽ തന്നില്ലേ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ആ സംഭവം തന്നെയാണ് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ അത് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണിക്കുമല്ലോ, അതേപോലെ തന്നെ ഇവിടെ കാണിക്കാം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സൺഡ്രി ഡെറ്റേഴ്സിൽ ഒരു പ്രൊവിഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലെസ് ചെയ്യും അല്ലേ.
ഡെറ്റേഴ്സിന് ലെസ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും സൺഡ്രി ഡെറ്റേഴ്സിന് പ്രൊവിഷൻ ലെസ് ചെയ്ത് കാണിക്കാം. പ്രൊവിഷൻ 750 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എടുത്താൽ മതി. 15,000 നിന്ന് പ്രൊവിഷൻ 750 ലെസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ള ഫേർണിച്ചർ ആണ് 10,000. ഫേർണിച്ചറിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേർണിച്ചറിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്തായിരുന്നു? ഡിപ്രീസിയേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ അതിൻ്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 15%. അപ്പോൾ സെയിം എമൗണ്ട് തന്നെ 15% എന്ത് ചെയ്യാം? 1,500. അത് ഫേർണിച്ചറിന്റെ വാല്യൂ ആയ 10,000 നിന്ന് അത് മൈനസ് ചെയ്യാം. ഇപ്പോൾ ഫേർണിച്ചറിന്റെ ക്ലോസിംഗ് ബാലൻസ് 8,500 വന്നു. അപ്പോൾ എല്ലാ ഐറ്റംസും ആയി, അതിനൊന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല. അപ്പം ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക, നിങ്ങൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ അഡീഷണൽ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് അത് വരുത്തിയാൽ മാത്രം മതി. ഇപ്പോൾ ക്യാപിറ്റലിലാണ് മെയിൻ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത്. ഇപ്പോൾ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുക. അതേപോലെ തന്നെ അസറ്റ്സിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നമ്മളെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അഡ്ജസ്റ്റ്മെന്റ്സും കൂടി ഈ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ആസ് ഓൺ 31st March 2017 ആണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ചേഞ്ചസ് മതി. അപ്പോൾ നമുക്ക് ടാലി ആയി അല്ലേ? ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും 58,750 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രോബ്ലം ചെയ്യാനാണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അതിനകത്ത് ചോദിക്കാനുള്ള, ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചോദിക്കാനൊന്നുമില്ല. ആകെ നമ്മൾ ഈ ചെയ്തതിൽ ആകെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതിരുന്നത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് ഇൻകംസ് ഒന്നും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്റ്റെപ്സ് പഠിക്കുക. സ്റ്റെപ്സ് പഠിച്ചില്ലെങ്കിൽ സിമ്പിളായിട്ട് ഇത്ര ആലോചിക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണം, ക്ലോസിംഗ് ക്യാപിറ്റൽ വേണം. ഇത് രണ്ടും തന്നില്ലെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും എടുക്കണം. അതിനുവേണ്ടി നമ്മളത് രണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കണം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതിനകത്ത് ക്ലോസിംഗ് ക്യാപിറ്റലിനകത്ത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പ്രോഫിറ്റിൻ്റെ അകത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഇടേണ്ട ടൈപ്പ് ഓഫ് എന്തെങ്കിലും ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ജസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ആ അഡ്ജസ്റ്റ്മെന്റും കൂടി നടത്തിയിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തണം. അതിനുശേഷം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കണ്ടുപിടിക്കുന്നത്. ഇത് എസ്റ്റിമേറ്റ് മാത്രമാണ്. ഇതൊന്നും നമുക്ക് ഫൈനൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിഗർ മാത്രമാണ് ഇത്. നെക്സ്റ്റ് അടുത്ത മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.